ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ 4ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് ഈ ഒരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കാണുമ്പോൾ ആർക്കെങ്കിലും ഒരു ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ, കഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഏറ്റവും എളുപ്പത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കാം. ഇത് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള വൈറ്റ് ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, അതിൽ ഉപയോഗിച്ചിട്ടുള്ള 3mm ബീഡ്സ് ആണ് കേട്ടോ. കണ്ടില്ലേ, ചെറിയ ബീഡ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്റ്റോൺ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോൺ ഷീറ്റ് ഞാനൊരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗോൾഡൻ കളറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഹെയർ ബാൻഡിന് ശരിക്കും മാച്ച് ചെയ്യാം. പിന്നെ നമ്മൾ നല്ല ബലമുള്ള നൈലോണിൻ്റെ ടൈപ്പ് നൂലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3mm ബീഡ്സ് കടക്കാൻ പാകത്തിനുള്ളൊരു സൂചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഓരോ ബീഡ്സിൻ്റെ ഇടയിലൂടെ ഓരോ നമ്മുടെ സ്റ്റോണില്ലേ അതിൻ്റെ ഇടയിലൂടെ ഓരോ ബീഡ്സായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് തുന്നിയെടുത്താൽ മാത്രം മതി. അതിൽ ശരിക്കും ഫിക്സ് ആയിട്ട് നിൽക്കും. പിന്നെ ഇതുപോലെയുള്ള നൂലുകൾ ഉപയോഗിച്ചാൽ മതി. ഒരു ടെൻഷനും വേണ്ട കേട്ടോ, പൊട്ടിപ്പോകുന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. പിന്നെ നമ്മൾ ഓരോ ബീഡ്സായിട്ട് ഇങ്ങനെ കോർത്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട് തന്നെ കുത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യുന്നില്ല. ഒരു വി ടൈപ്പിൽ, വി മോഡൽ, ആ ഒരു ഷേപ്പിലാണ് നമ്മളിന്ന് നമ്മുടെ ബീഡ്സ് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ 3mm ബീഡ്സ് എന്ന് പറയാനുള്ളൊരു കാരണം, നമ്മൾ 4mm ബീഡ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്റ്റോണിൻ്റെ ബാക്കി വർക്കും സ്റ്റോണും കാര്യങ്ങളൊന്നും കാണില്ല. ഞാൻ ചെയ്തിട്ടുള്ള വർക്കിൽ ഈ ഒരു 3mm ബീഡ്സാണ് ശരിക്കും ഇതിൽ സ്യൂട്ടായിട്ടുള്ള തോന്നിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു വർക്കും നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഭംഗി എടുത്ത് കാണിക്കണമെങ്കിൽ ഇതേപോലെയുള്ള ബീഡ്സുകൾ ഉപയോഗിക്കാം. പിന്നെ മാത്രമല്ല, ഇതിലും ചെറിയ ബീഡ്സൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ സൂചി കടക്കാനുള്ള ഒരു സൗകര്യം കൂടി നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു വി ടൈപ്പിലാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു നൂലൊക്കെ എടുക്കുന്ന സമയത്ത് കെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചൊന്ന് ഹാൻഡിൽ ചെയ്യുക, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ബീഡ്സ് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ഓണത്തിന് ഒരുപാട് വെറൈറ്റീസ് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതേപോലെ ഓണത്തിനൊക്കെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. നമുക്കിതിൽ എത്ര കളർ വേണമെങ്കിലും പരീക്ഷിക്കാം. നമുക്ക് ബീഡ്സൊക്കെ ഒരുപാട് കളറുകളിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ ബേസ് എപ്പോഴും ഇതുപോലെയുള്ളൊരു സ്റ്റോൺ ഷീറ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സ് നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഫിക്സ് ചെയ്താൽ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. ഒരുപാട് കളേഴ്സ് നമുക്കിത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ ബീഡ്സും ഇതേപോലെ കോർത്തെടുക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ 4ാമത്തെ ദിവസമാണ്. നമ്മുടെ ഇന്നലെ വീഡിയോ ലേറ്റായി, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 11:30ക്കൊക്കെ നമ്മുടെ വീഡിയോ, അതായത് ഇന്നലത്തെ ഗിവ് അവേ വിന്നർ, അതായത് 3ാമത്തെ ഗിവ് അവേ വിന്നർ ഇന്ന് തന്നെ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി ഇൻസ്റ്റാഗ്രാം ഇല്ല എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർ ടെൻഷനാവൊന്നും വേണ്ട. നമ്മൾ യൂട്യൂബിലാണ് ഗിവ് അവേ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ്, നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നിന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇത്രയും കാര്യങ്ങൾ, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാണുന്നവരെല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതേപോലെ ബീഡ്സ് ഓരോന്നായിട്ട് കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റോൺ ഷീറ്റാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സിൽവർ കളറിലൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. സിൽവർ കളറിൽ നമ്മുടെ ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ കുറച്ചൊരിത്തിരി റിസ്ക് അല്ല എങ്കിലും ഒരിത്തിരി സമയം മെനക്കെട്ട് ഇരുന്ന് ചെയ്യേണ്ട ഒരു പണിയാണ്. പക്ഷേ നമ്മുടെ റിസൾട്ട് എന്നുള്ളത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ആ ഒരു ലുക്കും ഫിനിഷും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്, പക്ഷെ നമുക്ക് കാണുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഭാഗവും ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ വീഡിയോയിലൂടെ ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്നും വരുന്ന കമൻസും അല്ലെങ്കിൽ പേഴ്സണലി വരുന്ന മെസ്സേജാണ്, ഇത് ചെയ്തിട്ട് ഒരുപാട് പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്ത് നോക്കി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുഞ്ഞു നമ്മുടെ അറിവുകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുമ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഏകദേശം ഇത് കണ്ടില്ലേ, ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് അലിഗേറ്റർ ക്ലിപ്പിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അതേ ഒരു വലുപ്പത്തിൽ നമ്മൾ ഇതേ 3 ലെയർ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു അലിഗേറ്റർ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബീഡ്സ് കോർത്തെടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ വലിയൊരു ലെങ്ത്തിൽ കോർത്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്താൽ ചിലപ്പോൾ നൂല് പൊട്ടിപ്പോയാൽ നമ്മുടെ ബീഡ്സ് വിട്ടുവരും കേട്ടോ. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ 7000ൻ്റെ ഗം എടുത്തു. സാധാരണ ഗോൾഡൻ ഹെയർ ബാൻഡാണ്, അതിലേക്ക് അതൊന്ന് അറ്റാച്ച് ചെയ്തു. പിന്നെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലും
അറ്റാച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് എന്നുള്ളത്. ഇതൊക്കെ നോർമലി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മുടെ ഒരു വർക്ക് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഗിവ് അവേയുടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള വീഡിയോയിൽ നോക്കുക, അതിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.